സുഹൃത്തുക്കളെ, ഇത് എൻ്റെ നാട്ടുകാരി ശാരിക എന്ന കുട്ടിയാണ്. ഇപ്പോൾ അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സ് എന്ന ഒരു പ്രോഗ്രാമുണ്ട്, ഒരു ജനപ്രിയ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കലാകാരിയാണ്. അപ്പോൾ എൻ്റെ ഈ അബീസ് മീഡിയയിൽ നമ്മുടെ നാടിനെ ബേസ് ചെയ്ത് ഞാൻ ആ കലാകാരിയുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാ സുഹൃത്തുക്കളും ഈ കലാകാരിക്ക് എല്ലാ സപ്പോർട്ടും നൽകണം. അപ്പം മോളെ, ഇപ്പം പ്രോഗ്രാം ഇപ്പൊ ഷൂട്ടിംഗ് കഴിഞ്ഞതേ ഉള്ളൂ? ഇനിയിപ്പോ ഈ മാസം ഇനിയിപ്പോ അടുത്ത ഷെഡ്യൂൾ തുടങ്ങുന്നുണ്ട്. അപ്പം 22-25 ആകുമ്പോഴത്തേക്കും ഷൂട്ടിന് പോകും. 25. അതെ അതെ. അപ്പോൾ പിന്നെ എങ്ങനെയുണ്ട് അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ? അവിടെ എല്ലാരും ഭയങ്കര സപ്പോർട്ടാ. സാറായാലും അവിടെ ഗ്രൂമർ ആയാലും എല്ലാരും ഭയങ്കര സപ്പോർട്ടാ. പിന്നെ അതിന്റെ കൂടെ നിൽക്കുന്ന പേരായിട്ട് കളിക്കുന്ന 2 ചേച്ചിമാരും അവരായാലും നല്ല സപ്പോർട്ടാണ്. കരുതുന്നുണ്ട്, 2 പേരും കരുതിയാണ് പോകുന്നത്. ഞങ്ങള് 3 പേരും ചങ്ക. അവര് ഒരാള് എറണാകുളം, ഒരാള് കോട്ടയം. കോട്ടയത്ത് താമസിക്കുന്ന ചേച്ചി അവിടെ തന്നെ ഇപ്പൊ സെറ്റിലായി. ജീന, സരിത, 2 പേരുടെ. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ മോളെ, ഈ ഇത്രയും നല്ലൊരു പ്രോഗ്രാമിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഫസ്റ്റില് ഞാൻ നേരത്തെ വേറെ പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം നാടകത്തിനും ഡാൻസിനും പാട്ടിനൊക്കെ നിൽക്കുമായിരുന്നു. അപ്പൊ എനിക്ക് വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് ആയിപ്പോയി. അങ്ങനെ വീട്ടിൽ റെസ്റ്റ് എടുത്ത് നിന്ന സമയത്താണ് ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ ഓഡീഷന്റെ ഇത് വന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഈ ചേച്ചിയായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 കൂടെ ടീമായിട്ട് ഫസ്റ്റ് ഓഡീഷന് പോയി. ഭയങ്കര ടെൻഷൻ അടിച്ചാ പോയത് കേട്ടോ. എനിക്ക് കാലൊന്നും പറ്റത്തില്ല, കാലിൽ കമ്പി ഇട്ടേക്കുമായിരുന്നു. കാലിൽ നീരൊക്കെയായി അവിടെ ചെന്ന് ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് അതില് സെലക്ഷൻ കിട്ടി. സാറ് പറഞ്ഞു വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. വീഡിയോ അയച്ചു കൊടുത്ത് ഫസ്റ്റ് ഷെഡ്യൂളിന് ഞങ്ങളെ വിളിച്ച്. പിന്നെ അങ്ങോട്ട് കുഴപ്പമില്ലാതെ പോയെന്ന്. എന്തായാലും നല്ല എന്താ പറയുന്നത്, ഭയങ്കര ഗുണമായത്. തീർച്ചയായിട്ടും അല്ലേ? ഇപ്പൊ നാട്ടുകാർക്കെല്ലാം അറിയാം, നല്ല പേരായി. എവിടെ ചെന്നാലും ഞാനൊക്കെ ചെല്ലുമ്പോ ചോദിക്കും, ഇന്ന ഒത്തിരി അറിയാമോന്നൊക്കെ. അല്ല, എന്റെ പേരിൽ നാട് അറിയപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ ചോദിക്കും, ആൾക്കാരൊക്കെ ചോദിക്കും, ആയുരുള്ളവർക്ക് എല്ലാവർക്കും സുഖമാണോ? നാടിൽ അറിയപ്പെട്ടത് തന്നെ വലിയ കാര്യം. പിന്നെ നമ്മുടെ നാട് നമ്മൾ കാരണം ഒരാളെങ്കിലും അറിയപ്പെട്ടാൽ അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതെ. എന്തായാലും മോളെ, നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ ആ ഒരു കൈതോട് ക്ഷേത്രത്തിന്റെ മുന്നിലും അതുപോലെ മോള് പഠിച്ച സ്കൂളും അല്ലേ? തീർച്ചയായിട്ടും. ഇതൊക്കെ മോള് പഠിച്ച സ്കൂളല്ലേ? ഞാൻ പഠിച്ച സ്കൂൾ. ഇവിടെയൊക്കെ വന്ന് ഇന്റർവ്യൂ എടുക്കുക, ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കര സന്തോഷം നൽകുന്നൊരു കാര്യമല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം. ശാരിക മോളെ, സുഹൃത്തുക്കളൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട്? സുഹൃത്തുക്കളൊക്കെ നല്ല സപ്പോർട്ടാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാരും വലിയ കാര്യം. ഇപ്പൊ പോസിറ്റീവ് എനർജി എല്ലാരും. അതെ അതെ. മോളെ, അപ്പം സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഈ കലാപരിപാടിയായിട്ട് ഉണ്ടായിരുന്നോ? സ്കൂൾ പഠിക്കുന്ന സമയത്ത് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. നാടകത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് എന്നെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ സാറുണ്ടല്ലോ, നമ്മുടെ ഈ മലപ്പേര് താമസിക്കുന്ന സാറ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. സാറായിരുന്നു പഠിക്കുന്ന സമയത്ത് കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത്. പിന്നെ ക്ലാസ് ടീച്ചർ, എല്ലാരും സപ്പോർട്ടായിരുന്നു. പിന്നെ കൂട്ടുകാർ, അതുകൊണ്ടാണ് മോളെ അങ്ങനെ ഒരു കലാകാരന്മാര് വളരുന്നേ. പിന്നെ നാട്ടിലെ സപ്പോർട്ട് അല്ലേ? നിങ്ങളുടെ വീട്ടില് അച്ഛനും അമ്മയും പണ്ടേ അങ്ങനെ തന്നെ സപ്പോർട്ടാണ്, എല്ലാത്തിനും സപ്പോർട്ടാ. പഠിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്കൂളില് അല്ല ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിന് വിടാനും എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് മോളിപ്പം ലോകം അറിയുന്ന എന്ന് തന്നെ പറയാം. നമ്മുടെ ഈ പ്രോഗ്രാം, അമൃത ടിവിയുടെ ഈ പ്രോഗ്രാം എവിടെയൊക്കെ എത്തുന്നു, ഏതൊക്കെ മലയാളികളിൽ എത്തുന്നു, അവിടെ എല്ലാം മോള് അറിയപ്പെട്ടു. അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പൊ ശാരിക മോളെ, എന്തായാലും കലാകാരിയാണ്. ഇവിടെ സ്കിറ്റൊന്നും പറയാൻ പറ്റത്തില്ല, കാര്യം നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റൂ. അപ്പോഴൊരു പാട്ട്, ഏതെങ്കിലും ഒരു നല്ലൊരു പാട്ടൊന്ന് പാടും മോളെ. ശരി. ഇനി എന്നിൽ സ്വപ്നമുള്ള പടർത്തില്ലെന്നറിയാം, പനിമതിയായി സ്നേഹനിലാവു പൊഴിക്കില്ലെന്നറിയാം. ഇനി എന്നിൽ സ്വപ്നമുള്ള പടർത്തില്ലെന്നറിയാം, പനിമതിയായി സ്നേഹനിലാവു പൊഴിക്കില്ലെന്നറിയാം. നെഞ്ചത്തെ പ്രാവിൻ കുറുകൾ അമ്പിൻ മുനയാല നിനച്ചാൽ നീ അതിനെ മാറിൽ ചേർത്തു വിതുമ്പില്ലെന്നറിയാം. എൻ പാട്ടിനു നിന്റെ തമ്പുരു മീട്ടില്ലെന്നറിയാം.
പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ, നീ എൻ്റെ തൂവൽ ചേല ഉലച്ചു കടന്നില്ലേ. സൂപ്പർ പാട്ട് പാടെ, സൂപ്പർ പാട്ടുമാണ്, സൂപ്പറായിട്ട് പാടി. അപ്പോഴ് അബീസ് മ്യൂസിക്കൽസിൻ്റെ ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തതിന് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി മോക്കറിയിച്ചുകൊള്ളുന്നു. എല്ലാ ഐശ്വര്യങ്ങളും ഇനിയും ഒരുപാട് പ്രോഗ്രാമുകളും സിനിമയും സീരിയലും ഒക്കെ കിട്ടി നല്ല നിലയിലെത്താൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. സന്തോഷം. അപ്പോൾ നമ്മുടെ എല്ലാ പ്രേക്ഷകരുടെയും ഫുൾ സപ്പോർട്ടും ഒക്കെ ഉണ്ടാവും. താങ്ക് യു. ഓക്കെ മോളെ. താങ്ക് യു.